കാടും മലയും കടന്ന് ഉലകം ചുറ്റുന്ന ദമ്പതികളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കോഴിക്കോട് സ്വദേശിയും സൗദിയിൽ വ്യവസായവുമായ ഹാരൂൺ റഫീഖും ഭാര്യ സൈനബ ഫർസാരിയുമാണ് ഇങ്ങനെ യാത്ര നടത്തുന്നത്. ഇവർ യാത്ര പോകുന്നത് ഒരു BMW ബൈക്കിലാണ്. 17 ലക്ഷം രൂപയാണ് ആ ബൈക്കിൻ്റെ വില. 250 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാം. ദിവസവും 250 കിലോമീറ്റർ ഇവർ താണ്ടുകയും ചെയ്തു. ഈ സഞ്ചാരപ്രിയരായ ദമ്പതികൾ ബൈക്ക് തിരഞ്ഞെടുക്കാനും കാരണമുണ്ട്. BMW ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഓരോ നാടിൻ്റെയും വെയിലും മഴയും മഞ്ഞുമേറ്റ് യാത്ര ചെയ്യും. അതിനുവേണ്ടിയാണ് ഇരുവരും ബൈക്കിൽ ലോക പര്യടനം നടത്തുന്നത്. ഇനി അമേരിക്കയും ആഫ്രിക്കയുമാണ് ഇവരുടെ ലക്ഷ്യം. ഭൂഖണ്ഡങ്ങളൊക്കെ ഇങ്ങനെ യാത്ര നടത്തുകയാണ് ഇരുവരും. അവരുടെ യാത്രാവിശേഷങ്ങളാണ് ഇനി കലിഡോസ്കോപ്പ്. ലോകത്തെ അറിയാൻ BMW ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളാണിത്. കോഴിക്കോട് സ്വദേശിയും സൗദിയിൽ വ്യവസായിയുമായ ഹാരൂൺ റഫീഖും ഭാര്യ സൈനബ ഫർസാനിയും. ഇരുവരും ഓരോ ഭൂഖണ്ഡങ്ങളിലൂടെയും ബൈക്കിൽ ചുറ്റി മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഉലകം ചുറ്റാൻ ഇവർ തെരഞ്ഞെടുത്ത ബൈക്കാണിത്. 17 ലക്ഷം രൂപ വിലയുള്ള BMWന്റെ ടൂർ ബൈക്ക്. ഹാരൂണിന്റെ ആദ്യ ബൈക്ക് സഞ്ചാരം സൗദിയിലായിരുന്നു. മണലാരണ്യങ്ങളിലൂടെ സഞ്ചാരം പൂർത്തിയാക്കിയപ്പോൾ മഞ്ഞ് പുതച്ചു കിടക്കുന്ന മലനിരകളിലൂടെ സഞ്ചരിക്കണമെന്ന് തോന്നി. അങ്ങനെ ദന്ത ഡോക്ടറായ ഭാര്യയെയും കൂട്ടി ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ബൈക്കിൽ ഇവർ യാത്ര നടത്തി. ഇപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ബൈക്ക് ഓടിക്കാൻ എത്തിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. ഒരു ദിവസം 250 കിലോമീറ്റർ ദൂരം എന്നതാണ് കണക്ക്. 23 കിലോമീറ്റർ മൈലേജുള്ള വാഹനത്തിൽ യാത്ര നടത്തുമ്പോൾ 2 ലക്ഷം രൂപ വരെ സാധാരണ ചെലവാകാറുണ്ട്. അതിരാവിലെയും വൈകുന്നേരങ്ങളിലും ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചാരം. ബൈക്കിലാകുമ്പോൾ ഓരോ നാടിന്റെയും മഴയും വെയിലും കാറ്റും ആസ്വദിച്ച് യാത്ര ചെയ്യാമെന്ന് ഇവർ പറയുന്നു. ചെറുപ്പത്തിൽ തന്നെ ബൈക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബൈക്കിംഗ്. പക്ഷേ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ബൈക്കിംഗ് ടൂറിംഗ് ആണ് എനിക്കിഷ്ടം. ഓരോരോ സ്ഥലം യാത്ര ബൈക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ചൂട്, തണുപ്പ്, മഴ, കാറ്റ് ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഓരോരോ സിറ്റുവേഷൻ്റെ നമുക്കത് എന്താ പറയുക, ഒരു മണം എടുക്കാമെന്ന് പറയുന്ന മാതിരി. അപ്പോൾ അതാണ് ബൈക്കിൽ എനിക്ക് ടൂർ ചെയ്യാനുള്ള ആഗ്രഹം. എത്ര സ്ഥലങ്ങൾ വേൾഡിൽ എനിക്ക് ടൂർ ചെയ്യാൻ പറ്റും, എനിക്ക് അത് ഒരു ഇഷ്ടമാണ്. അതിൽ എനിക്ക് താല്പര്യമുണ്ട്. BMW ഡബിൾ സിലിണ്ടർ ബൈക്ക് ആയതിനാൽ യാത്ര സുഖകരമാണ്. 250 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാം. ഉഷ്ണരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിന്റെ ഹാൻഡിൽ തണുപ്പ് തരും. മഞ്ഞിലൂടെ പോകുമ്പോൾ ചൂടും. ഇരുവരുടെയും ഹെൽമെറ്റിനുള്ളിൽ ഇന്റർകോം ഉള്ളതിനാൽ ഹെൽമെറ്റ് വെച്ചാലും പരസ്പരം വാചകമടിച്ച് യാത്ര തുടരാം. ഇനി ഏഷ്യൻ യാത്ര പൂർത്തീകരിച്ച ശേഷം BMWയുമായി ആഫ്രിക്കയും അമേരിക്കയും കറങ്ങാനാണ് റഫീഖിന്റെ പ്ലാൻ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും BMWന് യാതൊരു അനക്കവുമില്ല. എന്നാൽ കേരളത്തിലൂടെയായിരുന്നു ഈ യാത്ര മുഴുവൻ ചെയ്തതെങ്കിൽ BMWന്റെ ആപ്പീസ് എന്നേ പൂട്ടിയേനെ.